ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ രണ്ട് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൊഹിറ്റോ ഡ്രിങ്കാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഒരു മാംഗോ ഡ്രിങ്കും ഒരു വാട്ടർമെലൺ ഡ്രിങ്കും ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് മാംഗോ മൊഹിറ്റോ ആണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്ന് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു വേർഷനാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് മാംഗോ സ്ലൈസസ് വേണം. അപ്പോൾ ഞാനൊരു മാങ്ങ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് മിൻറ്റ് ലീവ്സ് ആണ്. കുറച്ച് മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം. ഇനി നമുക്ക് കുറച്ച് ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് സോക്ക് ചെയ്ത് വെക്കാം. അതിനായിട്ട് കുറച്ച് ബേസിൽ സീഡ്സ് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സ്പ്രൈറ്റ് ആണ്. നമ്മുടെ മാംഗോയ്ക്ക് ആണെങ്കിലും വാട്ടർമെലനാണെങ്കിലും നാച്ചുറലായിട്ടുള്ള കളർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കളറുള്ള ഡ്രിങ്ക് യൂസ് ചെയ്യുന്നില്ല, സ്പ്രൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ സാധാരണ സോഡ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോയുടെ സ്ലൈസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്വീറ്റ്നറായിട്ട് ഞാനിവിടെ തേനാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാരയോ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയോ ചേർക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ലെമനും കൂടെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണ്. സീഡ്ലെസ് ലെമൺ ആണ് കേട്ടോ, അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഞാൻ സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി നമുക്കത് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. ആദ്യം 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത 2 ലെമൺ സ്ലൈസസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത മാംഗോ പൾപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3-3.5 ടേബിൾ സ്പൂണോളം ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ബേസിൽ സീഡ്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സ്പ്രൈറ്റ് ഒഴിച്ച് കൊടുത്തിട്ട് ഗ്ലാസ് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഒരു സ്ലൈസ് ലെമൺ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതും പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ മൊഹിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് കുടിക്കുമ്പോൾ ഒരു സ്ട്രോ വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നല്ല പഴുത്ത മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മാംഗോ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ മധുരം കുറവെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹണിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ സ്പ്രൈറ്റ് യൂസ് ചെയ്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോപ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മാംഗോ ഡ്രിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മാംഗോ മൊഹിറ്റോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വാട്ടർമെലൺ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് വാട്ടർമെലൻ്റെ സ്ലൈസസ് വേണം, പിന്നെ ലെമൺ ജ്യൂസ് വേണം, പിന്നെ ഞാൻ റൂ അഫ്സ എടുത്തിട്ടുണ്ട്. ഇതിലൊരുപാട് ഹെർബൽ എക്സ്ട്രാക്ട്സ് ഉള്ളതാണ്. നമുക്കിത് ഹെൽത്തിന് വളരെ നല്ലതാണ്. കാരണം ഈ സമ്മർ ടൈമിലൊക്കെ നമുക്ക് നല്ല ഡീഹൈഡ്രേഷൻ്റെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. ഇത് നമ്മൾ കുടിക്കുന്ന ഫ്രൂട്ട് ജ്യൂസിലൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർമെലൻ്റെ സ്ലൈസസ് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. 2 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സ്വീറ്റ്നെസ്സിനായിട്ട് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മധുരം കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഷുഗർ സിറപ്പോ അല്ലെങ്കിൽ ഈ പൊടിച്ച പഞ്ചസാര തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം 2 ക്യൂബ് ഐസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 തിൻ സ്ലൈസസ് ലെമൻ്റെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച വാട്ടർമെലൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ബേസിൽ സീഡ്സ് സോക്ക് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് സ്പ്രൈറ്റ് ഒഴിച്ച് കൊടുത്തിട്ട് ഗ്ലാസ് ഫില്ല് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്ലൈസ് ലെമൺ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും മിൻറ്റ് ലീവ്സും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ മൊഹിറ്റോ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിച്ച മാംഗോ മൊഹിറ്റോയും അതുപോലെ വാട്ടർമെലൺ മൊഹിറ്റോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സമ്മറിൽ കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്, നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.